ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നല്ലൊരു അടിപൊളി മസാലക്കറിയാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2 ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കറി ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുരിങ്ങയ്ക്ക ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട്. ഒരു ക്യാരറ്റ് ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി വറവിടാനാണ്. ഒരു 4-5 ഉള്ളി മതി. പിന്നെ ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം മതി. അതും ഇതുപോലെ ഉള്ള പീസുകളായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ മാത്രം മതി. 2-ാം പാലും 3-ാം പാലും ഒന്നും വേണ്ട. 2-ാം പാലിൽ വേവിക്കണമെങ്കിൽ വേവിക്കാം, ഇല്ലെങ്കിൽ 1-ാം പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇതൊക്കെ വഴറ്റിയാണ് ചേർക്കുന്നത്. ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വേവിക്കാനുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളൊരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, ഇത് 3 ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക് എല്ലാം കുക്കായി. അപ്പോൾ ഞാനത് വേറെ ബർണറിലേക്ക് മാറ്റി വെച്ചു. ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഒരു 3 വറ്റൽമുളക് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് ഒരു 4-5 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വറവിടൽ ലാസ്റ്റ് വറവിട്ടാലും മതി കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ പോലെ സവോളയൊക്കെ ചേർത്ത് വഴറ്റി കറിയാക്കിയതിന് ശേഷം ലാസ്റ്റ് വറവിട്ടാലും മതി. ഇതാകുമ്പോൾ എളുപ്പത്തിൽ ജോലി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോള ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ സവോള വേഗം വഴന്ന് കിട്ടും. കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി സവോളയുടെ കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വല്ലാതെ ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വഴറ്റൽ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒന്നും ചേർക്കില്ല. നമ്മുടെ തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് വേവിച്ച് വരുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇനി സവോളയുടെ കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ചേർക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എങ്കിലും ഈ സവോളയിലേക്ക് ആവശ്യമായ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഫൈനായിട്ട് പൊടിച്ചതല്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ കുരുമുളക് ചേർത്താലേ നമ്മുടെ കറി പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണങ്ങളിൽ ചേർത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുന്നത്.
ഇനി പൊടികളൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമ്മുടെ വേവിച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർക്കരുത് കേട്ടോ. തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പുളി ഒന്നും ചേർക്കരുത്. പുളിയുള്ള കറിയല്ല ഇത്. പുളിക്ക് വേണ്ടി ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചട്ടിക്ക് നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാനിനി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളൊക്കെ എടുത്തിടട്ടെ. ഇപ്പോൾ കണ്ടോ കുറച്ച് ഗ്രേവി ഉള്ളൂ. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതി എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ ഗ്രേവിക്കായിട്ട് ഒന്നും ചേർക്കുന്നില്ല. ഒരു 3/4 കപ്പിൽ മേലെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് ലൂസായിട്ട് വന്നോളും. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ചൂടായി വന്നോളും. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം. അങ്ങനെ ഒരുവിധം എല്ലാ പലഹാരങ്ങളുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. ആ മസാലകളുടെ ടേസ്റ്റും ഒക്കെ കൂടി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ക്യാരറ്റും മുരിങ്ങയ്ക്കും എല്ലാം ചേർത്തിട്ട് മസാലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾ ആദ്യം വറവിട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വറവിടുക എന്നുള്ളൊരു കാര്യവും കൂടി ഉണ്ട്. ആദ്യമേ വറവിട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രേവി ഒന്നുകൂടി നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂട് മാറി വരുമ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി കുറുകി വരും. അതിനനുസരിച്ച് നമ്മൾ ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഇത്തിരി കുറുകിയിരിക്കുന്ന രീതിയിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ചേർത്തത്. ഇനി ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എരിവ് ആവശ്യത്തിനുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും നമ്മുടെ മുളക് പൊടിയുടെ എരിവും എല്ലാം ചേർന്ന ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.